വയനാട്ടിൽ ആദിവാസി യുവാവിനെ പോലീസ് സ്റ്റേഷനിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ പരിശോധന. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയാണ് പരിശോധന നടത്തുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. സുർജിത്ത്, ഈ ആദിവാസി യുവാവിന്റെ തൂങ്ങിമരണം സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നു. അതിൽ പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണോ ഈ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയുടെ ഇപ്പോഴത്തെ ഈ പരിശോധന? എന്താണ് വിവരങ്ങൾ? പരിശോധന ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. SP അടക്കമുള്ള സംഘം പുറത്തേക്ക് വരികയാണ്. ജസ്റ്റിസ് VK മോഹന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടേക്ക് എത്തിയത്. പരിശോധന പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് സർ, എന്ത് നടപടിയായിരുന്നു സാർ ഉണ്ടായിരുന്നത്? നടപടിയൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു ഇൻസ്പെക്ഷൻ നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ CCTV കണ്ടു, ഇവരുടെ അടുത്ത് കാര്യങ്ങൾ ഇവരുമായിട്ടൊരു ഇൻട്രാക്ഷനൊക്കെ നടത്തി, അതാണ്. പ്രാഥമിക റിപ്പോർട്ട് പരിശോധിച്ചിരുന്നു? അല്ല, അന്ന് പരിശോധിച്ചു. പ്രാഥമിക റിപ്പോർട്ടും ചില FIR സ്റ്റേറ്റ്മെന്റും FIR അല്ലേ ഉള്ളൂ, അത് നോക്കി. പരാതി വെച്ചാൽ നേരത്തെ പത്രത്തിൽ വന്നതുപോലെ തന്നെ കാണാനില്ല എന്നുള്ളൊരു മാൻ മിസ്സിംഗ് കേസായിട്ടാണ് ഇവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, FIR ഇട്ടിട്ടുള്ളത്. അതിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ സമയത്താണ് ഇവരെ കണ്ടെത്തിയത്. വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പരാതി വന്നിട്ടുണ്ടോ? എനിക്ക് പരാതി വന്നിട്ടില്ല. മൈനർ വിദ്യാർത്ഥിയെ ഇത്തരത്തിൽ ലോക്കപ്പിലിട്ടു എന്നുള്ള വിഷയത്തിൽ അതൊരു പരാതിയായിട്ട് തന്നെ പരിഗണിക്കുന്നുണ്ടല്ലോ. ലോക്കപ്പിലിട്ടായിട്ട് തോന്നുന്നില്ല. സ്റ്റേഷനിൽ വന്നു, അത് സ്വാഭാവികമല്ലേ. ഒരു മാൻ മിസ്സിംഗ് കേസ് വന്നു, അവരത് ട്രേസ് ഔട്ട് ചെയ്തു, അവരിവിടെ എത്തി, ഇത്രയല്ലേ ഉള്ളൂ. സാർ, 7:45 ശുചിമുറിയിൽ പോയ ഗോകുലിനെ 8 മണിയോടുകൂടി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ്. ആ സമയത്തിനിടയ്ക്കുള്ള CCTV ഒക്കെ പരിശോധിച്ചപ്പോൾ എന്താണ് സാറിന് മനസ്സിലായത്? പ്രഥമ ദൃഷ്ട്യാ എന്തെങ്കിലും വീഴ്ച വന്നു എന്നൊരു നിഗമനം ഉണ്ടോ? ഞാനത് അതിന്റെ ഒരു അസസ്മെന്റ് എന്റെ മനസ്സിലുണ്ട്. അതിപ്പോ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. ഞാനത് രാത്രി മുതലാണ് CCTVയിലെ ഈ ശുചിമുറി പോകുന്നത് വരെയുള്ള സംഭവങ്ങൾ ഞാൻ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തു. അപ്പം അതിനുശേഷം ശുചിമുറി പോയി ഏകദേശം 7:45 ശുചിമുറി കയറി 8:05 ഇവരത് ബ്രേക്ക് ഓപ്പൺ ചെയ്തിട്ട് ബോഡി പുറത്തു കൊണ്ടുവരുന്നു. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും എടുക്കാൻ നമ്മളിപ്പോൾ ആലോചിച്ചിട്ടില്ല. നമുക്ക് പരാതിയൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പം പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഞാൻ വന്നിട്ടുള്ളത്. അത് നമ്മൾ പേഴ്സണലായിട്ട് നടത്തുന്ന ഒരു എൻക്വയറിയാണ്. പരാതി എന്തെങ്കിലും വരുന്ന മുറയ്ക്കാണ് നമുക്ക് അതുമേൽ ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പരാതി ഒന്നും ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. സർ, മറ്റൊന്ന്, ഈ ഗോകുലിന് 17 വയസ്സും 10 മാസവും പ്രായമാണെന്നാണ് നമുക്ക് ഗോകുലിന്റെ ഡോക്യുമെന്റ്സിൽ നമുക്ക് മനസ്സിലായി. 18 വയസ്സായില്ല എന്നൊരു ആരോപണം കൂടിയുണ്ട്. പോക്സോ കേസിലടക്കം ഉൾപ്പെടുത്താൻ പ്രതിയാക്കി ചേർക്കാനാണ് ഇത്തരത്തിൽ പോലീസ് ഇടപെട്ടത് എന്നുള്ളൊരു ആരോപണം വരുന്നത്. അല്ല, ഓരോ കേസിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേക ഒരു ഫാക്ച്വൽ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിലല്ലോ നടപടിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഇതിപ്പം തട്ടിക്കൊണ്ടുപോയതല്ലോ. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ വല്ല ഇൻഫർമേഷൻ ഉണ്ടോ? കൂടെ പോയതാണ്, കൂടെ പോയി മാൻ മിസ്സിംഗ് കേസ്. വയനാട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ആദിവാസി യുവാവിനെ പോലീസ് സ്റ്റേഷനിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ പരിശോധന നടത്തുകയായിരുന്നു പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി. അതിനുശേഷം അദ്ദേഹം സംസാരിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്.